കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാരം പങ്കും ലംഘ്യതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം. ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപീശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിവിതീർഷദന്തമോന്തം സംസാരിണം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനിതി നാമിനി. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ കീ ജയ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. നമ്മള് പ്രഥമസ്കന്ധത്തിലെ 17-ാം അധ്യായത്തിലെ ശ്ലോകം തീർന്നു. 6-ാമത്തെ ഇനിയിപ്പോ 5-ാമത്തെ ശ്ലോകമാണ് എടുക്കേണ്ടതല്ലേ? ഹരേ കൃഷ്ണ. ആണോ? 3 വരെ എടുത്തെന്ന് തോന്നുന്നു അല്ലെ? 4-ാമത്തെ ആണല്ലേ മാതാജി? ഇനി എടുക്കേണ്ട 4ആണ്. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നമുക്ക് 4-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. 3-ാമത്തെ ശ്ലോകത്തിൽ നമ്മള് എന്താണ് കണ്ടതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ, ഓർമ്മയുണ്ടോ? പശുവിന്റെ പരിതാപകരമായ അവസ്ഥയെ കുറിച്ചൊക്കെയാ പറഞ്ഞു. പശുവിന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചും അതുപോലെ പശുവിന്റെ പ്രാധാന്യം എന്താണ് എന്നും ഒക്കെ പറഞ്ഞു തന്നു. ആർക്കൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പശുക്കൾ അത്യാവശ്യമായിട്ടുള്ള, സമൂഹത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണെന്നും അതുപോലെ ധർമാനുഷ്ഠാനങ്ങളുടെ അല്ലെങ്കിൽ ധർമ്മശാസനകളുടെ, അനുഷ്ഠാനമല്ല ധർമ്മശാസനകളുടെ അതിന്റെ ഒരു അടിസ്ഥാനം ഗോക്കളാണ് എന്നൊക്കെ നമ്മളിവിടെ കണ്ടു അല്ലെ? അതുപോലെ നമ്മളെ പശു അശ്രപൂർണമായ ഒരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടും അങ്ങനെ സകല കുഴപ്പങ്ങൾക്കും കാരണമായിട്ട് നിൽക്കുന്നത് ഈ ഒരു എന്താണ്, ആ ഒരു വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ചുള്ള പോക്ക് നമുക്കില്ലാതെ വന്നു എന്നുള്ളതാണെന്നൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മള് തീർത്ഥം തോന്നുന്നു ആ ശ്ലോകം. ഓക്കെ, അങ്ങനെ 4-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ്. നമുക്ക് 4-ാമത്തെ ശ്ലോകം വായിക്കാം. പ്രഭച്ഛരഥമാരൂഢ കാർത്തസ്വരപരിശ്ചദം മേഘഗംഭീരയാ വാച സമാരോപിത കാർമുകഃ. പ്രഭച്ഛരഥമാരൂഢ കാർത്തസ്വരപരിശ്ചദം മേഘഗംഭീരയാ വാച സമാരോപിത കാർമുക. പ്രപച്ച മീൻസ് അന്വേഷിക്കുക. പ്രപച്ച രഥമാരൂഢ, പ്രപച്ച രഥമാരൂഢ
എന്താണ് രഥത്തിൽ ഉപവിഷ്ടനായിക്കൊണ്ട് അന്വേഷിച്ചു എന്നുള്ളതാണ്. പ്രപച്ച രഥമാരൂഢ തിരിച്ചിടുമ്പോൾ രഥത്തിൽ ഉപവിഷ്ടനായി അന്വേഷിച്ചു. എന്താണ് കാർത്തസ്വര പരിച്ഛദം. എങ്ങനെയുള്ളതായിരുന്നു അത്? അലങ്കാരപ്പണികളുടെ ആ രഥത്തിന്റെ പ്രാധാന്യം. കാർത്തസ്വര എന്ന് വെച്ചാല് ഇവിടെ ഏറ്റവും മിനുസമേറിയ സ്വർണത്തെ പോലുള്ള കാർത്തസ്വത സ്വർണം ആയിട്ടുള്ള പരിച്ഛദം എന്ന് വെച്ചാൽ ഉന്തി നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള അലങ്കാര പണികളോട് കൂടിയ ഒന്ന്. അതിനെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നു. പരിച്ഛദം എന്ന് വെച്ചാൽ വ്യക്തമായി കാണാൻ കഴിയുന്ന, നമ്മൾ മലയാളത്തിലൊക്കെ പറയും നല്ല ജീവസുറ്റതുപോലെ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് തോന്നും എന്നൊക്കെ പറയും. അതുപോലെ പരിച്ഛദം അങ്ങനെയുള്ള പല അലങ്കാര പണികളോട് കൂടിയ ഇതിൽ രാജാവ് എന്ത് ചെയ്യുകയാണ്? ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. എങ്ങനെയാ ചോദിച്ചത്? അതിന്റെ പ്രൗഢി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മേഘഗംഭീരയാ വാച, അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ പ്രാധാന്യം. മേഘഗംഭീരയാ വാച എന്ന് വെച്ചാൽ ഗാംഭീര്യമുള്ള, മേഘത്തിന്റെ ആ ഒരു പ്രാധാന്യത്തോടു കൂടി ഗാംഭീര്യമുള്ള വാച, ശബ്ദത്താൽ ഇടിമുഴക്കത്തിന്റെ ശബ്ദം എന്നൊക്കെ പറയുന്നത് പോലെ ആ ശബ്ദത്തിൽ എങ്ങനെ ചോദിച്ചത്? സമാരോപിത കാർമുഖ, സമാരോപിത പൂർണ്ണ ഒരുക്കത്തോടു കൂടി കാർമുഖ, എന്തുണ്ട് കയ്യിലെ? അമ്പും വില്ലും കയ്യിലുണ്ട്, ധനുസും ശരങ്ങളും കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. പപ്രച്ചരഥമാരൂഢ കാർത്തസ്വര പരിച്ഛദം മേഘഗംഭീരയാ വാച സമാരോപിത കാർമുഖ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പട്ട് ദേശി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്. എന്റെ വിവർത്തനം: ധനുസ്, ശരങ്ങൾ എന്നിവയാൽ പൂർണ്ണസജ്ജനായ പരീക്ഷിത് മഹാരാജാവ് എഴുന്നേൽക്കുന്ന സ്വർണ്ണ ചിത്രപ്പണികളോടുകൂടിയ രഥത്തിൽ ഉപവിഷ്ടനായിക്കൊണ്ട് ഇടിമുഴക്കത്തിന് സമാനമായ ഗംഭീര സ്വരത്തിൽ ശൂദ്രനോട് ഇപ്രകാരം സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ ഒരാള്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പപ്രച്ഛരഥമാരൂഢഃ കാർത്തസ്വര പരിച്ഛദം മേഘഗംഭീരയാ വാച സമാരോപിത കാർമുകഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മദർ. ഹരേ കൃഷ്ണ. നമ്മള് പ്രഭുപാദിക്ക് ജയ്. അതിന്റെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രത്യേകിച്ച് ഒന്നുമില്ല. അദ്ദേഹം കണ്ടു, ശൂദ്രനെ കണ്ടു, വഴി നിൽക്കുന്ന ആളെ കണ്ടു, അയാളോട് ഇങ്ങനെ ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പം പരീക്ഷിത് മഹാരാജാവ് വളരെ പ്രശസ്തനായിരുന്നു എന്നുള്ളതൊക്കെ നമ്മള് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ നല്ല രാജസ പ്രൗഢിയോടുകൂടി, എന്തിനാണ് അവർ പ്രൗഢിയോട് വരുന്നത്? അവരുടെ ആ സ്ഥാനത്തെ കാണിക്കുന്നതും അവർക്ക് ആ ഒരു ഭരണം നടക്കുമ്പോൾ അതിനകത്ത് രാജസ പ്രൗഢികളോടുകൂടി വേണം എന്താണ് നടക്കാനെന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ പ്രൗഢിയോടുകൂടിയും സർവ്വവിധ ആയുധ സന്നാഹങ്ങളോടും കൂടിയാണ് രാജാവ് വന്നിരുന്നത്. എന്നുവെച്ചാൽ ലോകത്തിന്റെ മൊത്തം രാജാവാണ്. അദ്ദേഹത്തിന്റെ ആ പ്രൗഢിയോടുകൂടിയും അദ്ദേഹത്തിന്റെ എന്താവശ്യം വന്നാലും അപ്പോൾ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ആയുധ സന്നാഹങ്ങളോടും കൂടിയാണ് അദ്ദേഹം വന്നിരുന്നത്. ആ സമയത്ത് എന്തിനാണിത് എന്ന് ചോദിച്ചാല്, ഇന്ന് പല ആൾക്കാരും അദ്ദേഹത്തെ വെല്ലുവിളിക്കത്തക്ക രീതിയിൽ എതിരാളികൾ കണ്ടെന്നിരിക്കും. ഒറ്റ നോട്ടത്തിൽ തന്നെ, അവർ ഒറ്റ ശബ്ദത്തിൽ തന്നെ എതിരാളികളെ വെല്ലാൻ കഴിയുന്നവനായിരിക്കണം യഥാർത്ഥ രാജാവ്. അതിന് തക്ക സാഹചര്യങ്ങളോടുകൂടി വേണം അദ്ദേഹം വെളിയിൽ ഇറങ്ങുന്നതും എന്നുള്ള ഏത് രാജാവായിരുന്നു. അപ്പം രാജാവിൻ്റെതായ ആ പ്രൗഢി തെളിയിച്ച് കാണിക്കുന്ന രീതിയിലായിരിക്കണം. അതുപോലെ ആര് വെല്ലുവിളിക്കാൻ വന്നാലും അപ്പോൾ തന്നെ അതിനെ പ്രതിവിധി കൊടുക്കത്തക്ക രീതിയിലുള്ള കഴിവും അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള ആവശ്യമായ ടൂൾസ് എല്ലാം അവരോടൊപ്പം ഉണ്ടാകണം. രാജാവ് മാത്രമായിരിക്കില്ല വരുന്നത്. പക്ഷെ ഇവിടെ രാജാവ് എന്ത് ചെയ്യാണ്? രാജ്യത്തിലെ പ്രജകളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഈ കലിയുഗത്തിൽ അപ്പം ഈ അധപ്പതിച്ച ഈ യുഗത്തെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിർവീര്യമാക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മൾ കലിയുഗത്തെ അത്ര അധപ്പതിച്ചതാണെങ്കിൽ പോലും നമ്മൾ കലിയുഗത്തെ പ്രൈസ് ചെയ്യുന്നുണ്ട്, പുകഴ്ത്തുന്നുണ്ട്. എന്തുകൊണ്ടാണത്?
നാമജപം കൊണ്ട് ഉം. കലിയുഗത്തിൽ മാത്രമാണ് എന്ത് ഹരിനാമ നാമജപം സങ്കീർത്തനം. ഹരിനാമ സങ്കീർത്തനം. ഭഗവാന്റെ അടുത്തെത്താൻ നമുക്ക് കഴിയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കലിയുഗത്തിന് ഇത്ര പ്രാധാന്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് മറ്റു ലോകങ്ങളിലുള്ള എന്താണ് 14 ലോകങ്ങളിലുള്ളവരും ഈ കലിയുഗത്തിൽ ഇവിടെ ഒരു ജന്മം കിട്ടാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണത്? ആ നാമജപത്തോടുകൂടി തിരിച്ചു പോകാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ കലിയുഗത്തിന് ഏറ്റവും അധപ്പതിച്ച യുഗമാണ്. പക്ഷേ അതുപോലെ ഒരു ഗുണം അതിൻ്റെതായിട്ട് ഉണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പം നമുക്കറിയാം ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെയും എങ്ങനെ നമുക്ക് ജീവിച്ചിട്ട് ഇവിടം വിട്ടുപോകാൻ കഴിയണം ഇവിടം വിട്ടുപോകുമ്പോൾ നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളതാണ് നമുക്ക് ഭാഗവതത്തിൽ പറഞ്ഞു തരുന്നത്. അതേസമയം മഹാഭാരതം പറഞ്ഞു തരുന്നത് എന്താണ്? നമ്മൾ എങ്ങനെയാണ് ഇവിടെ നല്ല രീതിയിൽ ജീവിക്കേണ്ടത്, എന്തെല്ലാം നമുക്ക് എതിരുണ്ടാകും, ഏതെല്ലാം രീതിയിലുള്ള അശത്രുതാ മനോഭാവങ്ങളും അതുപോലെ യുദ്ധങ്ങളും അതുപോലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനെ എങ്ങനെ നേരിട്ടുകൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയും. അപ്പൊ പ്രശ്നത്തെ കാണിച്ചിട്ട് അതിനെ എതിർത്ത് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് മഹാഭാരതത്തിൽ നമുക്ക് കിട്ടുന്നെങ്കിൽ ഭാഗവതത്തിൽ നമുക്ക് കൂടുതൽ നമ്മളെ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത്, എന്നിട്ട് തിരിച്ചു പോകേണ്ടത് എങ്ങനെയെന്നുള്ളതാണ്. തിരിച്ചു പോകുന്നതിനാണ് നമ്മൾ ഭാഗവതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയുള്ള രാജാവാണ് വന്നിരിക്കുന്നത്? പരീക്ഷിത്ത് എങ്ങനെയുള്ള രാജാവാണെന്ന് നമ്മളെ 1:12 പഠിച്ചു. എങ്ങനെയാ പഠിച്ചത്? പരീക്ഷിത്ത് പിതാമഹ സമഹ സമേ പ്രസാദേ ഗിരിശോപമഹ. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആശ്രയ സർവഭൂതാനം യഥാ ദേവോരമാശ്രയ. എങ്ങനെയുള്ള ആളാണ് പരീക്ഷിത്ത്? എല്ലാവർക്കും പിതാമഹ സമഹ, നമ്മൾ പഠിച്ച ശ്ലോകമാണ്. പിതാമഹനെ പോലെയാണ്. അപ്പം അദ്ദേഹത്തിന് സമചിത്തത നോക്കുമ്പോഴേ അദ്ദേഹം യുധിഷ്ഠിരനെ പോലെ ആ പിതാമഹനെ പോലെ തുല്യം ആയിട്ടുള്ള എന്നുവെച്ചാൽ അതിന് തുല്യമായ സ്വഭാവ സംശുദ്ധിയോടുകൂടിയ വ്യക്തിയായിരുന്നു പരീക്ഷിത് മഹാരാജാവ്. പിതാമഹ സമഹ. അതുപോലെ സാമ്യേ എങ്ങനെയുള്ള ഗിരിശോപമഹ. പിന്നെ എങ്ങനെയാണ് ആ ഒരു യുധിഷ്ഠിരെ പോലെ ആണെങ്കിൽ പിന്നെ എന്തുണ്ട്? ബ്രഹ്മാവിനെ പോലെ ചില ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. പിന്നെ അതുപോലെ ശിവനെ പോലെയുമുള്ള ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അത്യുദാരനായിരുന്നു. അപ്പൊ എന്തിനേയും ഗ്രഹിക്കാൻ കഴിവുള്ള, എന്തിനേയും അതേസമയം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ബ്രഹ്മാവിനെ പോലെയും അതുപോലെ അത്യുദാര സ്വഭാവത്തോടുകൂടിയ ശിവനെ പോലെയും അദ്ദേഹം നാരായണനെ പോലെ എല്ലാവർക്കും ആശ്രയഭൂതനുമായിരുന്നു. അപ്പൊ എല്ലാവരുടെയും ഗുണങ്ങൾ ഒന്നിച്ചു ചേർന്നിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ആശ്രയ സർവഭൂതാന യഥാ ദേവോരമാശ്രയ. അപ്പം സമചിത്തത അദ്ദേഹത്തിന്റെ പ്രാധാന്യമായിരുന്നു. എല്ലാവരെയും സഹായിക്കുക, വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് പ്രകടമാക്കാൻ കഴിയുന്ന ബുദ്ധി, അതുപോലെ അത്യുദാരത്വ മനോഭാവം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ സർവർക്കും നാരായണനെ പോലെ ആശ്രയമാവും അദ്ദേഹമായിരുന്നു. അപ്പം നമുക്ക് എന്താണ് ന്യായം ആത്മപ്രവചനേന ലഭ്യോ മേധയാ ന ബഹുനാ ശ്രുതേന. അപ്പം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഭാഗവത്തിൽ നിന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം പഠിച്ചെടുത്താൽ ചിലപ്പോൾ നമുക്ക് അത് കിട്ടിയെന്ന്. എന്തിനാണ് ഇത്രയും പേരുടെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞതെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ, അപ്പൊ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുമ്പോൾ ആരെ പോലെ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നു. നമ്മൾ ഇത് ഗ്രഹിച്ചത് എവിടെ നിന്നോ അവർക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു. അല്ലാതെ നമുക്ക് കാര്യങ്ങൾ സ്വയമായി നമ്മുടെ ബുദ്ധിയിൽ കൂടി വരുന്നതല്ല എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ശ്രീമദ് ഭാഗവത്തിലെ ഓരോ സിലബിൾസും അമൃതം ചെയ്യുന്ന മേഘം പോലെയാണ് എന്നാണ്. അങ്ങനെ അമൃതം ഇങ്ങനെ എന്താണ് നമ്മളിലേക്ക് വഹിച്ചു കൊണ്ടുവരുന്ന മേഘം പോലെയാണ് എന്ന് പറയുന്നത്. അപ്പം ഈ ഭഗവാൻ എല്ലാം ഭാഗവതത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഭാഗവതത്തിൽ കൂടി നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം. ഓരോ പ്രധാനപ്പെട്ട വ്യക്തിയെ കുറിച്ച് പഠിക്കുമ്പോഴും ആരെ പോലെ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അവരുടെ സ്വഭാവവും ആരെ പോലെ എന്ന് പറയുമ്പോൾ നമ്മൾ ശിവനെ പോലെ എന്ന് പറയുമ്പോൾ ശിവനാരായണൻ, അതുപോലെ നാരായണനെ പോലെ എന്ന് പറയുമ്പോൾ നാരായണനാരായണൻ. അപ്പൊ അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അങ്ങനെ ആ എല്ലാ കാര്യങ്ങളും അവരിലുള്ള
കാര്യങ്ങളൊക്കെയും ഇദ്ദേഹത്തിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്യും. അപ്പൊ അങ്ങനെ പരീക്ഷിത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു. യുധിഷ്ഠിരന്റെ ഗുണങ്ങളും ഉണ്ടായിരുന്നു, അതുപോലെ വിഷ്ണുവിന്റെ ഗുണങ്ങളും ഉണ്ടായിരുന്നു, അതുപോലെ ശിവന്റെ ഗുണങ്ങളും ഉണ്ടായിരുന്നു, ബ്രഹ്മാവിന്റെ ഗുണങ്ങളും പരീക്ഷത്തിൽ അന്തർലീനമായിരുന്നു എന്ന് പറയും. അങ്ങനെ വെല്ലുവിളിക്കത്തക്ക രീതിയിൽ കലിയുഗത്തിന്റെ പ്രതിനിധികളെ നമ്മളോട് അടുക്കിന് വരുന്നവരോട് എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവമല്ല, രാജാവിനുള്ളത് എന്താണ്? ജനങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നവരെ വെല്ലുവിളിച്ചവരെ ഇല്ലാതെയാക്കുക. അങ്ങനെ ഉള്ള ഒരു ഭരണമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പം അവിടെ പരീക്ഷിത് മഹാരാജാവിനെ പോലെ അതിശക്തനായ രാജാവിനെ വേറെ ഒരു ഭരണാധികാരി, ഇന്നത്തെ നമ്മൾ കാണുന്ന ഈ ഭരണാധികാരികളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. പരീക്ഷത്തിനെ അതിനോട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് പരീക്ഷത്തിനെ നമ്മള് മറ്റ് പ്രധാനികളായിട്ടുള്ള ആൾക്കാരോട് കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അത്രേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, പൂർണ്ണ സത്യമായ സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം ആരെ പോലെ ആയിരുന്നു എന്ന് നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുമുണ്ട്. നമുക്ക് അഞ്ചാമത്തെ ഇത് ശ്ലോകത്തിലേക്ക് പോകാം. കസ്ത്വം മച്ചരണേ ലോകേ ബലാധ്വംസ്യ ബലാൻ ബലി നരദേവോസി വേഷേണ നടവത്കർമ്മണാദ്വിജാം. കസ്ത്വം മച്ചരണേ ലോകേ ബലാധ്വംസ്യ ബലാൻ ബലി നരദേവോസി വേഷേണ നടവത്കർമ്മണാദ്വിജാം. കസ്ത്വം എന്നതിനെ പിരിക്കുമ്പോഴേ കഹ ത്വം എന്നാവും എന്ന് പറയുന്നത് വിസർഗമാണ്. കസ്ത്വം കഹ ത്വം, നീ ആരാണ് എന്നാണ് കസ്ത്വം. മച്ചരണേ, എന്റെ ശരണത്തിൽ. മതേ പ്ലസ് ചരണേ, അതാണ് മച്ചരണേ. മച്ചരണേ ലോകേ, ലോകേ ഈ ലോകത്തിൽ, ബലാത് ബലാത്കാരമായി, ഹംസി വധിക്കുന്നു, ബലാത് ഹംസി ബലാത്കാരമായി വധിക്കുന്നു, അബലാൻ ബലി, അബലാൻ നിസ്സഹായരായവരുടെ, ബലി അബലാൻ ബലി. ബലി എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ബലമുള്ളവനാണേ എങ്കിലും അബലനായിട്ടുള്ളവരുടെ. നരദേവ, നരദേവൻ, അസി കാണപ്പെടുന്നു, വേഷേണ നിന്റെ വേഷഭൂഷാദികളാൽ, നടവത് ഒരു നാടക നടനെ പോലെ, നടവത് കർമ്മണ കർമ്മങ്ങളാൽ, അദ്വിജ സംസ്കാരത്താൽ അദ്വിജനായ വ്യക്തി. അപ്പം ഇവിടെ പ്രധാനപ്പെട്ട പിരിക്കേണ്ട വാക്കുകളെ കഹ പ്ലസ് ത്വം, മത് പ്ലസ് ചരണേ ലോകെ, ബലാതെ, പിന്നെ ഹംസി എന്നാണ്. ബലാധ്യംസ്യ ബലാൻ എന്ന് പറയുന്നത് ബലാതെ പ്ലസ് ഹംസി പ്ലസ് ബലാൻ, അങ്ങനെയാണ്. അപ്പം ബലാധ്വംസ്യ ബലാൻ ബലി, നരദേവ അസി, പിന്നെ പ്രധാന നടവത്ത് കർമ്മണ അദ്വിജഹ. ഇത്രയും വാക്കുകളാണ് നമുക്ക് പിരിച്ചെടുക്കേണ്ടത് അതിനകത്തുള്ളത്. കസ്ത്വം മച്ചരണേ ലോകേ ബലാധ്വംസ്യ ബലാൻ ബലി നരദേവോസി വേഷേണ നടവത്കർമ്മണ ദ്വിജാം. ഹരേ കൃഷ്ണ. ശ്ലോകം ഇട്ടിട്ടുണ്ടാവില്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഇടാൻ അങ്ങ് മറന്നുപോയതുണ്ട്, സോറി, ഇട്ടിട്ടില്ല. ഞാൻ പ്രഭുവിനോട് പറഞ്ഞിരുന്നുമില്ല ശ്ലോകം ഇടാനായിട്ട്. ഹരേ കൃഷ്ണ. പുസ്തകമുള്ള ആരെങ്കിലും ഒന്ന് വായിക്കൂ. കസ്ത്വം മച്ചരണേ. ഹരേ കൃഷ്ണ മാതാജി, വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ ഗുരുഭ്യോ നമഃ. കസ്ത്വം മച്ചരണേ ലോകേ ബലാധ്വംസ്യ ബലാൻ ബലി നരദേവോസി വേഷേണ നടവത്കർമ്മണാ ദ്വിജഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഇവിടെ അപ്പം രാജാവ് മേഘഗംഭീരമായ, വളരെ ഗംഭീരമായിട്ടുള്ള ശബ്ദത്തിൽ ചോദിച്ചു എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ചോദിച്ചത് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഹേ, ആരാണ് നീ? നീ ബലവാനായി കാണപ്പെടുന്നു, എന്നിട്ടും എന്റെ സംരക്ഷണത്തിന് കീഴിൽ കഴിയുന്ന നിസ്സഹായരായവരെ വധിക്കാനുള്ള സാഹസം നീ കാട്ടിയിരിക്കുന്നു. നീ നരദേവനെ പോലെ, എന്ന് വെച്ചാൽ രാജാവിനെ പോലെ സ്വയം വേഷം ധരിച്ചിരിക്കുന്നു എങ്കിലും നിന്റെ പ്രവൃത്തികൾ ദ്വിജന്മാരായ ക്ഷത്രിയർക്ക് യോജിച്ചതല്ല. വളരെ മേഘഗംഭീരമായ സ്വരത്തിൽ ചോദിച്ചു, നീ ആരാണ്? പിന്നെ ആ ചോദ്യമാണ് ഇവിടെ വളരെ ഇതായിട്ട് ചോദിച്ചു എന്ന് പറയുന്നത്. അപ്പൊ എന്നിട്ടും എന്റെ സംരക്ഷണത്തിൽ കീഴിൽ കഴിയുന്ന സഹായരായവരെ വധിക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത് എന്ന് നാം ചോദിക്കുന്നത് പോലെ. അപ്പം രാജാവിനെ പോലെ നീ വേഷമൊക്കെ ധരിച്ചിരിക്കുന്നു, പക്ഷേ നിന്റെ പ്രവൃത്തികൾ
ബ്രാഹ്മണർക്കോ ക്ഷത്രിയർക്കോ ഒന്നും യോജിച്ചതല്ല. അപ്പൊ നമ്മളിവിടെ ബ്രാഹ്മണരെ കുറിച്ചും ക്ഷത്രിയരെ കുറിച്ചും വൈശ്യരെ കുറിച്ചും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ഇവരെ യഥാർത്ഥത്തിൽ നമ്മളെ ബ്രാഹ്മണരെയാണ് ദ്വിജന്മാരെന്ന് സാധാരണ പറയാറുള്ളത്. പക്ഷേ ശാസ്ത്രമനുസരിച്ച് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും അവർക്ക് ദ്വിജന്മാരാകാൻ കഴിയുന്നവരാണ്. 3 കൂട്ടർക്കും ദ്വിജത്വം ഉള്ളവരാണ് ബ്രാഹ്മണർ. പക്ഷെ നമ്മൾ സാധാരണ വായിക്കുമ്പോൾ ബ്രാഹ്മണരെ ദ്വിജൻ എന്ന് പറയാറുണ്ടെങ്കിലും ഈ നമ്മൾ ആഗ്രഹിക്കുന്ന പക്ഷം ഈ 3 കൂട്ടർക്കും ദ്വിജനാകാൻ കഴിയും. അപ്പം ഉന്നത കുലജാതർക്കെല്ലാം ദ്വിജന്മമുണ്ട്. എങ്ങനെയാണ് ദ്വിജന്മം ഉണ്ടാകുന്നത് നമുക്കറിയാം അല്ലെ? പിതൃബന്ധത്തിലൂടെ ആദ്യം ഉണ്ടാകുമ്പോൾ നമ്മളെ ജനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഉത്തമ വിശ്വാസയോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി ഒരു ഗുരുവിന്റെ കീഴിൽ ശരണം പ്രാപിക്കുമ്പോൾ നമ്മൾക്ക് അപ്പൊ ആ ഒരു ആചാര്യൻ നമ്മളെ സ്വീകരിക്കുന്നതോടുകൂടി നമുക്ക് 2ാമത്തെ ജന്മം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മളെ ആത്മീയ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ ദീക്ഷ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു ഒന്നിലേക്ക് കടക്കുന്നു, വേറൊന്നിലേക്ക് നമ്മൾ കടക്കുന്നു. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പറയും, നമ്മൾ ജനിക്കുമ്പോൾ നമ്മളെല്ലാം ശൂദ്രന്മാരാണെന്ന് പറയും അല്ലെ? അപ്പൊ ഈ ശൂദ്രന്മാരായി ജനിക്കുന്നെങ്കിൽ എന്ന് വെച്ചാൽ ആ സമയത്ത് അത്രയും അറിവ് നമ്മളിലേക്ക് പ്രദാനം ചെയ്യുന്നത് കഴിയില്ല. അച്ഛനും അമ്മയും നമ്മൾ ജനിക്കുന്നു, നമ്മളെ അതിന്റെ ആ പ്രഥമമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നു. അത്ര മാത്രമേ ഉള്ളൂ പ്രഥമമായിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഗുരുവിന്റെ കീഴിലാണ് നമുക്ക് സാംസ്കാരികപരമായ പുരോഗതി ലഭിക്കേണ്ടത്. അങ്ങനെ ആചാര്യനിൽ നിന്ന് നമ്മൾ ദീക്ഷ സ്വീകരിക്കുന്നതോടുകൂടിയാണ് നമുക്ക് 2ാം ജന്മം കിട്ടുന്നത്. അതോടുകൂടി നമുക്ക് സാംസ്കാരികമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത്, ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സാംസ്കാരികമായ പുനരുജ്ജീവനം ഏത് രീതിയിൽ നമുക്ക് പോകണം, എങ്ങനെയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്, നമ്മളിലുള്ള എങ്ങനെയാണ് നമുക്ക് ഭഗവാനെ അറിയാൻ കഴിയുന്നത്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നല്ലൊരു ഗുരു നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ്. അപ്പൊ ആ ഒരു ഗുരുവിന്റെ പ്രാധാന്യം അവിടെ നമുക്ക് മനസ്സിലാകും. നമുക്കറിയാം എന്താണ് ഒരു ഭഗവാൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അറിയണം. പക്ഷെ നമ്മൾ ജനിച്ചു വരുമ്പോൾ നമുക്ക് അതിനു മുമ്പുള്ള ജന്മത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അതിനെ ഒന്നും ഓർമ്മയിൽപ്പെടുത്താതെയാണ് നമ്മൾ ജനനം എടുക്കുന്നത്. അപ്പം ജനിച്ചു കഴിയുമ്പോൾ നമ്മളെ ആ രീതിയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗുരുവിനെ സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ആ ഗുരുവാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അപ്പം ദ്വിജന്മാരാണ് ഈ 3 വിഭാഗക്കാരും. അല്ലാതെ ശൂദ്രന്മാർ പിന്നെ നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ കോൺഷ്യസ് ലെവലിൽ അവർക്ക് ഈ ജന്മം അതിനുള്ളതായിരിക്കാം. ഇവരെയൊക്കെ പരിപാലിച്ചു പോകുന്നതിന് വെച്ചാൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിനുള്ള ഒരു ജന്മം ആയിട്ട് അവരെ വരികയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് അവരും അവരുടെ ജോലിയിൽ അവർ എക്സ്പേർട്ട് ആകുമ്പോൾ അവർക്കും ഉന്നതി ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം 3 കൂട്ടരും ഒരേപോലെ ദീക്ഷ സ്വീകരിക്കുകയും ഒരാചാര്യനെ സ്വീകരിക്കുകയും ചെയ്തിട്ട് കൂടുതൽ ഉന്നതിയിലേക്ക് പോകുമ്പോൾ അവരെ സഹായിക്കുന്നവരും അതേപോലെ അവരുടെ ജീവിതത്തിൽ ഉയർച്ച നേടും. കാരണം അവര് വളരെ ലോവർ ലെവലിൽ കിടന്നു ആ ലോവർ ലെവലിൽ നിന്ന് അവര് ഉയർന്നു വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമുക്കെല്ലാം അറിയാം. എല്ലാം അറിയാവുന്നത് കൊണ്ടും ഹിരണ്യകശിപിനെ കുറിച്ച് നമുക്കറിയാം. ഹിരണ്യകശിപിന് എല്ലാ ഇതും ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് നമ്മൾ ഹിരണ്യകശിപുവിനെ കുറിച്ച് 7ാം സ്കന്ധത്തിൽ വായിക്കുമ്പോൾ അറിയാം. അദ്ദേഹം തന്റെ ജ്യേഷ്ഠത്തിക്ക് ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അമ്മയും ജ്യേഷ്ഠത്തെയും വളരെ ദുഃഖിതയായിരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്. വളരെ അറിവുള്ള ഒരാളെ പോലെയാണ് ഉപദേശം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ധൃതരാഷ്ട്രര് അക്രൂരൻ വന്നിട്ട് ഉപദേശം കൊടുത്തു കഴിയുമ്പോൾ അക്രൂരനോട് പറയുന്ന, ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു ഗുണവും നമുക്ക് അവിടെ കണ്ടെത്താനാകില്ല എങ്കിൽ പോലും ഭഗവാനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ചില ശ്ലോകങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പ്രാബല്യത്തിൽ വരുത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാരണം. അപ്പൊ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നമ്മുടെ ഗുരുക്കന്മാർ അവിടെ നടത്തുന്നില്ല. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ അതൊരു മൂടലാക്കി മാറ്റുന്നു അവരുടെ നോളജിനെ വേണ്ട രീതിയിൽ പ്രകാശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ഹിരണ്യകശിപുവിന്റെ കാര്യമൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് നമ്മൾ പറയുന്നു. ഭഗവത് ഇച്ഛ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നിരുന്നാൽ പോലും ഭഗവാൻ വന്നപ്പോൾ
നരസിംഹ ഭഗവാൻ വന്നപ്പോൾ അദ്ദേഹത്തെ വിഷ്ണുവായിട്ട് തിരിച്ചറിഞ്ഞതേയില്ല, അല്ലേ? അപ്പൊ എന്ത് രൂപമാണിത്, ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ എതിരിടാനായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ ഒരു സാധാരണ ജീവസത്തെയാണെന്നും എന്ത് രീതിയിലുള്ള ഈ ജീവസത്തെയാണെന്നൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോയി എന്ന് നമ്മള് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഭഗവാൻ ബാധിച്ചു. ഭഗവാൻ ബാധിച്ചതിനാൽ അടുത്ത ജന്മം അളവറ്റ ഐശ്വര്യത്തോടു കൂടി വന്നു ചേർന്നു, അല്ലെ? അദ്ദേഹത്തിന് വന്നു ചേർന്നു. ആരായി? ഹിരണ്യകശിപുനെ ഭഗവാൻ ബാധിച്ച പിന്നത്തെ ജന്മത്തിൽ ആരാ വന്നത്? ഹിരണ്യകശിപു ആരായിട്ടാ പിന്നെ വരുന്നത്? അളവറ്റ വളവറ്റ ഐശ്വര്യത്തോടുകൂടി, അളവറ്റ സമ്പത്തോടുകൂടി രാവണനായിട്ട് വരുന്നു. രാവൺ എന്ന് പറഞ്ഞാൽ ഭൗതികാസ്വാദനത്തിന്റെ അങ്ങേയറ്റത്തെ ഉച്ചകോടിയായിരുന്നു ലങ്ക എന്ന് പറയുന്നത്, ശ്രീലങ്ക എന്ന് പറയുന്നത്. നമ്മള് അത്രമാത്രം സമ്പത്ത്, അളവറ്റ ഐശ്വര്യം അവിടെ കാണാൻ കഴിയുമായിരുന്നു. രാമായണത്തിൽ അതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പം വായിച്ചുകൊണ്ടിരിക്കുകയായോണ്ട് അതെല്ലാം അറിയാം. അങ്ങനെ പക്ഷേ രാമപത്നിയോടുണ്ടായ ഒരു ആകർഷണം മൂലം രാമനെ കാണാനും കഴിഞ്ഞു, എല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞു, അല്ലെ? രാമനെ കാണാൻ കഴിഞ്ഞു, അളവറ്റ ഐശ്വര്യം കിട്ടി, ആ സമ്പൂർണമായ ലങ്കയിൽ വളരെ ലങ്കാധിപനായി ജീവിക്കാനും കഴിഞ്ഞു. പക്ഷേ എന്ത് കഴിഞ്ഞില്ല? അവിടെയും എന്ത് കഴിഞ്ഞില്ല? ഭഗവാനെ തിരിച്ചറിഞ്ഞ് ഭഗവാന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ഡിവോഷണൽ സർവീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെയും എന്ത് ചെയ്തു? ഭഗവാനെ എതിരിടുകയാണ് അദ്ദേഹം ചെയ്ത. അളവറ്റ സമ്പത്ത് കിട്ടി, വേണ്ട രീതിയിലുള്ള പുരോഗതി എല്ലാം ഉള്ള രാജാവായിട്ട് ആരും എന്ന് വെച്ചാൽ നേരിട്ട് സ്വർഗത്തിലേക്ക് പടി പണിത് കയറാൻ കഴിവുള്ള ഒരു വ്യക്തിയായി മാറുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ കയറാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അതിനു പോലും കഴിവുള്ള ഒരു വ്യക്തിയെ പോലെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ രാമപത്നിയോടുണ്ടായ ആ ആകർഷണം കൊണ്ട് രാമനെ കാണാനും രാമന്റെ കൈ കൊണ്ട് മരിക്കാനും കഴിഞ്ഞു. അപ്പം എന്നിട്ടും പിന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. പിന്നെ ആരായിട്ട് വന്നു? പിന്നെയും ജനിക്കേണ്ടതായിട്ട് വന്നു. ആരായിട്ട് വന്നു? അദ്ദേഹം ആരായിട്ടാ പിന്നെ ജനിച്ചത്? ശിശുപാലനായിട്ട്, അല്ലെ? അളവറ്റ ഐശ്വര്യമുള്ള സമ്പത്തിന്റെ കൂടാരമായിരുന്നു. അങ്ങനെ ആ ഐശ്വര്യമുള്ള ശിശുപാലനായി. അപ്പോഴും എന്ത് കാണിച്ചു? ശത്രുതാപരമായിട്ട് എപ്പോഴും കൃഷ്ണനാമ പറയുന്നപ്പോഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് അപ്പം ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചത് കൊണ്ടുള്ള ഗുണം ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. പക്ഷേ കൃഷ്ണനാമം ഉച്ചരിച്ച് അങ്ങനെ അദ്ദേഹം വീണ്ടും വധിക്കേണ്ടതായിട്ട് വരുന്നു. വീണ്ടും പാപത്തിൽ നിന്ന് ശുദ്ധനാക്കാൻ വീണ്ടും വീണ്ടും ഭഗവാന്റെ കൈകൊണ്ടുള്ള വധം അവിടെ നമ്മൾ കാണുന്നു. അപ്പം മൃഗാചക്രം കൊണ്ട് കൃഷ്ണനിൽ ലയിക്കുന്നു. അപ്പൊ ആ ഒരു ഭൗതികതയിൽ ഉണ്ടാകുന്ന പുരോഗതിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുകയാണ് അവിടെ ചെയ്തത്. അപ്പം വേണ്ട രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി വേണ്ട രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ കൂടെ ഗുരുവായിട്ടുണ്ടെങ്കിൽ, ഗുരു ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ ഗുരു ഉണ്ടായിരുന്നു, പക്ഷെ അതിന് വേണ്ട രീതിയിൽ കൊണ്ടുപോയില്ല എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പൊ ആ ഒരു ഭൗതികമായിട്ടുള്ള സമ്പത്തിൽ അഹങ്കരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ജന്മമെടുക്കുകയും എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഭഗവാനിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ എന്താണ് നമ്മൾ പറയും? ബ്രഹ്മൻ എന്ന് പറയുന്നത് സൂര്യപ്രകാശം പോലെയാണ് എന്ന് പറയും. കൃഷ്ണൻ എന്ന് പറയുന്നത് സൂര്യനെ പോലെയാണ്. അപ്പൊ അത് തമ്മിലുള്ള ആ വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കി പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ജന്മം എടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതെല്ലാം ഭഗവാന്റെ ലീലയല്ലേ? ശരി, ഭഗവാന്റെ ലീല തന്നെയാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് ഓരോന്നും കാണിച്ചു തരുന്നത് ആ രീതിയിലാണ് എന്ന് മനസ്സിലായി. അപ്പൊ എന്താ ഞാനിതിവിടെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുമ്പോൾ ആ ഗുരുവ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതേപടി നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ആ ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ സാംസ്കാരികപരമായി പുനരുജ്ജീവനം തരണമെന്നുണ്ടെങ്കിൽ അതൊരു ഗുരുവിന് മാത്രമാണ് കഴിയുന്നത്. അപ്പം നമുക്കറിയാം, ബ്രാഹ്മണന്റെ ഉപദേശം, ക്ഷത്രിയരുടെ രക്ഷ, അല്ലെ? അതുപോലെ വൈശ്യരുടെ സമ്പത്ത്. ഇത് മൂന്നുമാണ് എവിടെ ഉള്ളത്? നമ്മുടെ വർണ്ണാശ്രമധർമ്മത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ ഈശ്വര ഭക്തിയിൽ അധിഷ്ഠിതമായിരിക്കണം
രാജ്യം എന്നുണ്ടെങ്കിൽ നല്ല ഒരു ഗുരുവിന്റെ എപ്പോഴും വേണ്ട രീതിയിലുള്ള ഡയറക്ഷൻ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം കലിയുഗത്തിൽ ഗോവധം ഇപ്പം നമുക്ക് ഇല്ല എന്നൊന്നും പറയാൻ ഗോവധമാണ് ഇവിടെ കാണുന്നത്, എല്ലാം ഗോവധമാണ്. അത് പ്രധാനമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ മനുഷ്യർ ആ രീതിയിലേക്ക് അധപ്പതിച്ചു പോയി. വേണ്ട രീതിയിലുള്ള സംസ്കാരം പകർന്നു കൊടുക്കുന്നതിന് കഴിവുള്ള ഗുരുക്കന്മാരില്ല എന്ന് വെച്ചാൽ ഗുരുക്കന്മാരില്ലാഞ്ഞിട്ടല്ല, യഥാർത്ഥത്തിൽ അതിനെ സ്വീകരിക്കാനുള്ള മനസ്സ് മനുഷ്യർക്ക് ഇല്ലാതെയായി. ഗുരുക്കന്മാരുണ്ടെങ്കിൽ പോലും ഗുരുക്കന്മാരെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കൂടുതൽ പേരും കളിയാക്കുകയും അവരെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് ഏത് ഗുരുവിനെ സ്വീകരിക്കണം, ആരെ പിന്തള്ളണം, ഇതൊന്നും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകും. വേണ്ട രീതിയിൽ ഈശ്വര ഭക്തിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ഉണ്ടാക്കാനായി ജനങ്ങൾക്ക് കഴിയുന്നില്ല. പലയിടത്തും പല രീതിയിലുള്ള അക്രമാസക്തമായ കാര്യങ്ങളാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വായിക്കുന്നത് കൂടുതലും കാര്യങ്ങൾ എന്താണ്, അക്രമത്തിൽ കലർന്നതായതിനാൽ അതേ രീതിയിലേക്ക് നമ്മുടെ മനസ്സായി പോകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. എപ്പോഴും നമ്മൾ കേൾക്കുന്നത് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, മോശമായ കാര്യം. അപ്പൊ കേൾക്കുന്നതിനനുസരിച്ച് നമ്മള് മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ധർമ്മതത്വങ്ങൾ മതാനുസാരിയാണ്. അതെന്ന ഓരോ തത്വങ്ങളും 4/3 ഭാഗം വെച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ ധർമ്മരൂപമായ കാളയെ ഇവിടെ ഒറ്റക്കാലിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. അതെ, ആ ഒരു 3/4 ഭാഗം ജനങ്ങളുടെയും അധർമ്മികളാകുമ്പോൾ മൃഗങ്ങൾക്ക് രക്ഷയില്ലാതെയാകുമെന്ന് പറഞ്ഞു. അപ്പം ചണ്ടാല രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ജനങ്ങൾക്ക് ആ രീതിയിലേക്ക് മനസ്സ് പോകുന്നു. അവിടെ നാമജപമോ എല്ലാവരും പറഞ്ഞു കൊടുത്താൽ പോലും അതിനെ സ്വീകരിക്കാൻ മനസ്സ് വരുന്നില്ല എന്ന് നമ്മള്. അപ്പം ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം, ഈ 3 കാര്യങ്ങളും നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കണം. ജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്, അറിവ് അല്ലെ. ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയേണ്ട വസ്തു എന്താണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ ജ്ഞാനഗമ്യം എന്ന് വെച്ചാൽ പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ ഈ ജ്ഞാനത്വവും ജ്ഞേയവും ഉണ്ടെങ്കിൽ ആ ജ്ഞാനഗമ്യത്തിലേക്ക് എത്താൻ വളരെ നമുക്ക് ഒരു തപസ് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇന്നത്തെ കലിയുഗത്തിൽ ആ ഒരു രീതിയിലേക്ക് എത്താൻ ഒരുപാട് പേർക്ക് പ്രയാസമാണ്. ഒരുപാട് പേർക്കെന്നല്ല, 90% പേർക്കും വളരെ പ്രയാസമേറിയ കാര്യമാണ്. ഇന്ന് വേണ്ട രീതിയിൽ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങളൊക്കെ ഇന്ന് ഉയർന്നു ഇന്നുണ്ട്. പക്ഷേ അതിലേക്ക് എടുത്തു ചാടാൻ മനുഷ്യർക്ക് പ്രയാസമായി വന്നിരിക്കുന്നു. അതുപോലെ നമുക്കൊരു ഫ്രീ വിൽ തന്നിരിക്കുന്നത് കൊണ്ട് ആ ഫ്രീ വിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിനെല്ലാം ചർച്ച ചെയ്തിട്ട് അതിനെല്ലാം ഓരോ കണ്ടുപിടിക്കും. മുട്ടാ ന്യായം എന്ന് പറയും അല്ലെ, എന്തെങ്കിലും അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു ആ രീതിയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഏത് സമയത്തും നമ്മൾ പറയും, നമ്മളെ അവൈഷ്ണവ മുഖോദ്ഗീതം പൂതം ഹരികഥാമൃതം ശ്രവണം നൈവ കർത്തവ്യം സഹോച്ഛിഷ്ടം യഥാഭയ. അപ്പൊ പിന്നെ അതും ഒരു പ്രധാന കാരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. എന്താണ് അവൈഷ്ണവ മുഖോദ്ഗീതം പൂതം ഹരികഥാമൃതം? നമ്മൾ പല കാര്യങ്ങളും വൈഷ്ണവരല്ലാത്തതിൽ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ, അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളങ്ങ് മനസ്സിലാക്കി എടുക്കുന്നത് അങ്ങനെയായിരിക്കും. അങ്ങനെയും ഈ കലിയുഗത്തിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഡയറക്ഷൻ കിട്ടുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴേ നമ്മൾ അതിലേക്ക് പോകും. ഇതിനെ പോലെയാണ് വൈഷ്ണവ മുഖോദ്ഗീതം പൂതം ഹരികഥാമൃതം ശ്രവണം നൈവ കർത്തവ്യം. ഏതാണ് സത്വോച്ഛിഷ്ടം യഥാഭയം. നമ്മൾ കേൾക്കുന്ന കൂടുതൽ കാര്യങ്ങളും അങ്ങനെ വളരെ അല്പമാത്രം വ്യത്യാസമേ കാണുകയുള്ളൂ എങ്കിൽ പോലും അത് നമ്മുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് കാരണമായി. നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭഗവാൻ എത്താനുള്ള പ്രവണതയാണ് ഉള്ളത്. പക്ഷേ അതിനെ തിരിച്ചു കൊണ്ടുപോകത്തക്ക രീതിയിൽ അത് കേൾക്കുകയും ഉണ്ട്. ഏതുപോലെ സർപ്പോച്ഛിഷ്ടം എന്ന് വെച്ചാൽ പാലിഷ്ടം പോലെ കാച്ചി വെച്ചിരിക്കുന്നു, അതിലേക്ക് ഒരു തുള്ളി വിടാൻ മതി, വിഷം വീണാൽ അത് മരണത്തിനിടയാക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് ഒട്ടും തന്നെ ചിലപ്പോൾ നമ്മുടെ മനസ്സ് വളരെയധികം നമ്മൾ നാമം ജപിക്കുന്നവരാകാം, നമ്മൾ പല രീതിയിലും ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്നവരാകാം. പക്ഷെ നമ്മൾ കേൾക്കുന്നത് ഏതാണോ, അതെങ്ങനെയുള്ളതാണോ അതിനനുസരിച്ച് നമ്മൾ തിരിഞ്ഞു പോകുന്നു
അങ്ങനെയും നമുക്ക് ഉയർന്നു വരാൻ കഴിയാതെയായി തീരുന്നു. അപ്പൊ അത് ഈ ഒരു ശ്ലോകത്തില് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് നമ്മള് ഉയർന്നു വരാൻ നമ്മൾ ദീക്ഷ സ്വീകരിക്കേണ്ട കാര്യവും രണ്ടാം ജന്മം കിട്ടുന്നതും സാംസ്കാരികമായ പുനരുജ്ജീവനം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതും പിന്നെ ഭരണാധിപന്മാരുടെ ക്രമാനുസാരമായ കർമ്മങ്ങളിൽ എപ്പോഴെങ്കിലും ക്രമവിരുദ്ധം ഉണ്ടാകുമ്പോൾ ആസ്തിക രാജ്യം ഉണ്ടാകുന്നു എന്നും അത് പുനഃസ്ഥാപിക്കാനായി അവിടെ ഭഗവതാവതാരം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഈ ശ്ലോകത്തിന് ഇങ്ങനെ പറഞ്ഞു തന്നെ ഏത് സമയത്തും എപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷമാകുന്നത് എന്നൊക്കെ ഭഗവത്ഗീതയിൽ എന്തിനു വേണ്ടിയാണ് ഭഗവാൻ വരുന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ പറയുന്നത് രാജാക്കന്മാരുടെ ഭരണം വളരെ മോശമായി തീരുമ്പോൾ എന്നുവെച്ചാൽ ഇന്ന് രാജാക്കന്മാരില്ല ഭരണാധികാരി അങ്ങേയറ്റം ആധപ്പതിച്ച് കഴിയുമ്പോൾ ഭഗവാൻ വരും കലിയുഗത്തിൽ. അങ്ങനെ കലിയുഗത്തിന്റെ പ്രത്യേകതകൾ നമുക്കെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് പറയേണ്ട കാര്യം എന്നാലും ഇവിടെ പ്രഭുപാദര് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. നിസ്സഹായരായ പാവമൃഗങ്ങൾ വിശേഷിച്ചും ഭരണാധിപന്മാരിൽ നിന്ന് എല്ലാവിധ സംരക്ഷണവും ലഭിക്കേണ്ടതായ ഗോക്കൾ യാതൊരു തടസ്സവും കൂടാതെ കൊല്ലപ്പെടുന്നു. അപ്പൊ നമ്മുടെ ഭരണാധികാരികളുടെ മുന്നിലാണ് ഇത് നടക്കുന്നെങ്കിലും അവര് കൂടി ഇതിന് കൂട്ടുനിൽക്കുകയല്ലാതെ അവരിൽ നിന്ന് അതിനെതിരെ ഒരു ശ്രമവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇതെല്ലാം ചെയ്തിട്ട് ദ്വിജന്മാരുടെ സംസ്കാര സമ്പത്തില്ലാത്ത സാംസ്കാരിക പുനരുജ്ജീവനമില്ലാത്ത പ്രാണതരം വ്യക്തികളായി നമ്മൾ മാറുന്നു എന്നാണ് ശ്രീല പ്രഭുപാദര് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു നീചകുല ജാതർ എന്ന് പറയുന്നത് ആരെയാണ്? മറ്റൊന്നും അല്ല. നീചകുല ജാതർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജന്മം കൊണ്ട് പിന്നെ വേറൊന്നും വേണ്ട എന്ന് കരുതുന്നവർ. നമ്മൾ ജനിച്ചു കഴിഞ്ഞു, ഇനിയും വേറൊന്നിന്റെ ആവശ്യമില്ല. കാരണം ജനിച്ചു കഴിഞ്ഞ് വേറെ ആരെയും സ്വീകരിക്കേണ്ട, നമുക്ക് കേൾക്കുന്ന രീതിയിൽ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് ജീവിച്ചു പോകുന്ന ആ നീചകുലത്തിൽ നീചരായിട്ട് ജീവിക്കുക. നീചകുലജാതർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വർണ്ണാശ്രമം അനുസരിച്ച് കുറച്ച് താണ രീതിയിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർ. ചിലപ്പോൾ അവർക്കും ഈസി ആയിട്ട് ഉയർന്നു വരാൻ കഴിയും. നീചകുലജാതർക്കും ഉയർന്നു വരാനുള്ള സാഹചര്യം നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക പോലും ഇല്ലാതെ അവരെന്ത് ചെയ്യുന്നു? അവര് പല രീതിയിലും അക്രമാസക്തരായി മാറുകയും മറ്റുള്ളവരെ വധിക്കുന്നതിന് കാരണമായി തീരുകയും അങ്ങനെ മാനവ സമൂഹം ആത്മീയ സംസ്കാരം ഇല്ലാത്തതായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഭരണഘടനയോ ഭരണഘടനയുടെ കുഴപ്പം കൊണ്ടല്ല, ഭരിക്കുന്ന രീതി അങ്ങനെയായി പോയി. പണ്ടത്തെ ഒരു രീതിയിലും നമുക്ക് ഇന്നത്തെ ഭരണവും അന്നത്തെ ഭരണവുമായി കമ്പയർ ചെയ്യാൻ സാധ്യമല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ നമുക്ക് കുറച്ച് പ്രാരബ്ധ കർമ്മം ഉണ്ടായിരിക്കും. ആ പ്രാരബ്ധ കർമ്മത്തെ എങ്ങനെയെങ്കിലും ഇറക്കി വെച്ചിട്ട് പോകാനാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത്. ഇനിയും നമുക്ക് വേറെ പ്രാരബ്ധ കർമ്മം വേറെയും കിട്ടാനുണ്ട്. അപ്പൊ ഈ പ്രാരബ്ധ കർമ്മത്തെ ഏത് രീതിയിലും നമ്മൾ ഇറക്കി വെക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ ഏതെങ്കിലും ഒരു രീതിയിൽ നല്ല അറിവുള്ള ഒരു വൈഷ്ണവനെ സ്വീകരിച്ച് വൈഷ്ണവനിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുകയോ വൈഷ്ണവന്റെ ഉപദേശം സ്വീകരിക്കുകയോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ പ്രാരബ്ധ കർമ്മത്തെ കട്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാനുള്ള മാർഗം എന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഹരേ കൃഷ്ണ. ശ്രീ പ്രഭുപാദര് പറഞ്ഞിരുന്ന ഇന്നത്തെ സർക്കാർ കലിയുടെ സർക്കാരാണ്, അതിൽ എല്ലാവരും അസന്തുഷ്ടരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറെ കാര്യങ്ങൾ ഇന്നത്തെ ഭരണകർത്താക്കളുടെ കാര്യവും അതുപോലെ അന്നത്തെ ഭരണകർത്താക്കളുടെ കാര്യവുമായി കമ്പയർ ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. യസ്ത്വം കൃഷ്ണേ ഗതേ ദൂരം സഹ ഗാണ്ഡീവ ധന്വന ശോച്യോസ്യ ശോച്യാൻ രഹസി പ്രഹരൻ വധമർഹസി. യസ്ത്വം കൃഷ്ണേ ഗതേ ദൂരം സഹ ഗാണ്ഡീവ ധന്വന ശോച്യോസ്യ ശോച്യാൻ രഹസി പ്രഹരൻ വധമർഹസി. യസ്ത്വം കൃഷ്ണേ ഗതേ ദൂരം. യസ്ത്വം എന്ന് പറയുമ്പോൾ അതും പിരിക്കാനുള്ളതാണ്. യഹാത്വം. നമ്മള് യസ്ത്വം അത് അങ്ങനെ കസ്ത്വം നേരത്തെ പഠിച്ചു. ഇവിടെ യസ്ത്വം. യസ്ത്വം കൃഷ്ണേ ഗതേ ദൂരം. യസ്ത്വം എന്താ യഹ എന്ത് കാരണമായി നീ എന്ന് വെച്ചാൽ ഒരു വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. കാരണം
എന്ത് അധർമ്മമാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മോശമായ രീതിയിൽ വാക്ക് ത്വം എന്ന് വെച്ചാൽ നീ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. നീ ഇത്ര അധപ്പതിച്ച രീതിയിൽ എന്നുള്ള അർത്ഥമാണ്. നമ്മൾ അധപ്പതിച്ചവരെ വിളിക്കുന്ന രീതിയിലുള്ള ഒരു അപ്പം യഹാത്വം കൃഷ്ണേ കൃഷ്ണൻ എന്ന് വെച്ചാൽ ഭഗവാൻ കൃഷ്ണേ ഗതേ പോയ ശേഷം, കൃഷ്ണൻ തിരിച്ചു പോയ ശേഷം, ഇവിടെ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്നും മറഞ്ഞ ശേഷം, ഗതേ ദൂരം ദൃഷ്ടിപഥത്തിൽ നിന്നും പോയ ശേഷം, സഹ ഗാണ്ഡീവധന്വന എങ്ങനെയാണ് പോയത്? സഹ ഒപ്പം ആരെ കൂടെ കൊണ്ടുപോയി? ആ ഗാണ്ഡീവധന്വന, ഗാണ്ഡീവം എന്നു പേരായ ധനുസ് അദ്ദേഹത്തിന്. ആരുടെ കയ്യിലായിരുന്നു അത് കൊടുത്തിരുന്ന? ആർക്കാണ് ഉണ്ടായിരുന്നത്? അർജുനന്, അല്ലെ? അർജുനന്. അപ്പൊ നമുക്കറിയാം ഭഗവാൻ പോയതിനു ശേഷം അർജുനൻ ഗാണ്ഡീവം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ എന്ത് സംഭവിച്ചു? അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടായില്ല. അപ്പൊ ഭഗവാന്റെ ആ ഒരു ശക്തിയാണ് ഗാണ്ഡീവത്തിൽ കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഏതൊരു പ്രധാനമായ കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അർജുനനെ ഗാണ്ഡീവം ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ഭഗവാൻ പോയതോടുകൂടി അതിന്റെ ശക്തിയും നിലച്ചു. ശോച്യ എന്ന് പറഞ്ഞാൽ കുറ്റവാളി. അസി നിന്നെ, അശോച്യാൻ ശുചിയില്ലാത്ത, അശോച്യാൻ ശുചിയില്ലാത്തവർക്ക് ഓപ്പോസിറ്റ് അശോച്യാൻ, ശോച്യം കുറഞ്ഞു വരിക. അശോച്യാൻ അജ നിരപരാധികളായിട്ടുള്ളവർ. രഹസി ഒരു വിജന സ്ഥലത്ത്, പ്രഹരൻ അടിക്കുന്നു, വധം വധശിക്ഷയ്ക്ക്, അർഹസി അർഹിക്കുന്ന. അപ്പൊ നീ ചെയ്യുന്ന കുറ്റം വധശിക്ഷയ്ക്ക് അർഹിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ ഭഗവാൻ അദ്ദേഹം രാജാവ് പറയുകയാണ് എന്താണ്? നീ ശ്രീകൃഷ്ണനും ഗാണ്ഡീവധാരിയായ അർജുനനും ദൃഷ്ടിപഥത്തിൽ നിന്നും അപ്രത്യക്ഷമായതുകൊണ്ടാണോ നീ നിരപരാധിയും നിഷ്കളങ്കയുമായി പശുവിനെ പ്രഹരിക്കാനുള്ള സാഹസം കാട്ടിയത്? വിജനമായ സ്ഥലത്തെ ഈ നിരപരാധിയായ പശുവിനെ പ്രഹരിക്കിയാൽ അപരാധിയായ നീ വധശിക്ഷയ്ക്ക് അർഹനായിരിക്കുന്നു എന്നാണ് രാജാവ് പറഞ്ഞത്. അപ്പൊ രാജാവ് ഉടൻ തന്നെ ശിക്ഷ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 6. യസ്ത്വം കൃഷ്ണേ ഗതേ ദൂരം സഹ ഗാണ്ഡീവധന്വന ശോച്യോസ്യ ശോച്യാൻ രഹസി പ്രഹരൻ വധമർഹസി. കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. യസ്ത്വം കൃഷ്ണേ ഗതേ ദൂരം, അപ്പൊ ആ ഗതേ ദൂരം സഹഗാണ്ഡീവധന്വന ശോച്യോസ്യ ശോച്യാൻ രഹസി പ്രഹരൻ വധമർഹസി. അപ്പൊ ഇവിടെ പറയുന്നത് ഭഗവാൻ പോയി, നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്നും ഭഗവാൻ തിരിച്ചു പോയി കഴിഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഗാണ്ഡീവധാരിയായിരുന്ന അർജുനനും തിരിച്ചു പോയി കഴിഞ്ഞു. ഇവര് പോയത് കൊണ്ടാണ്, അവര് മാറിയത് കൊണ്ടാണോ നീ അപ്പൊ അവരെ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. ഏത് സമയത്തും ഗാണ്ഡീവധാരി നിൽക്കുമ്പോൾ എല്ലാവരും ഭയന്നിരുന്നു. കാരണം നമുക്കറിയാം അർജുനന്റെ പേര് പറഞ്ഞാൽ പോലും ഭയം അടുക്കത്തില്ല എന്നൊക്കെയാണ് സാധാരണക്കാർ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ഗാണ്ഡീവധാരിയായ അർജുനനും ഭഗവാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു. അതുകൊണ്ടാണോ നീ ഇവിടെ അധർമ്മം ചെയ്യുന്നത്, അധർമ്മം കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ വിജനമായ സ്ഥലത്ത് നിന്നുകൊണ്ട് യാതൊരു ഉപദ്രവം ചെയ്യാത്ത വളരെ നിരപരാധിയായിട്ടുള്ള ഒരു പശുവിനെ, അതിനെ നീ എന്തിനാണ് ഈ പ്രഹരിക്കുന്നത്? അപ്പൊ അതിന്റെ ഫലം നീ വധശിക്ഷയ്ക്ക് അർഹനായി തീർന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഒരു സംസ്കാരത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഭഗവാനെ സ്പഷ്ടമായിട്ടും വിശ്വസിക്കുന്നിടത്ത് എന്തുണ്ടാകും? വളരെ പുരോഗതി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈശ്വരനെ തീർച്ചയായിട്ടും ധർമ്മമായിട്ടുള്ള ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കും. അപ്പൊ ഈശ്വരന്റെ ശക്തി മറ്റു ഭക്തന്മാരിൽ കൂടി അവിടെ പ്രകടമാവുകയും ചെയ്യും. ഈശ്വരൻ ഇവിടെ വന്ന് നിന്ന് എന്നും ഈ ലോകത്തിൽ ബ്രഹ്മാണ്ടങ്ങൾ, കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉള്ളതിൽ ഭഗവാൻ എന്നും ഒരു ബ്രഹ്മാണ്ടത്തിൽ വന്ന് നിൽക്കാൻ കഴിയില്ല. എപ്പോഴാണോ അങ്ങേയറ്റം അധർമ്മം വിളയാടുന്ന ആ സമയത്തായിരിക്കും ഭഗവാൻ ആ ബ്രഹ്മാണ്ടത്തിൽ വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാതെ ഓരോ കൽപ്പത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭഗവാൻ വരികയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഭഗവാൻ ഇവിടെ എത്തേണ്ടത് എല്ലാ പ്രാവശ്യവും എല്ലാ യുഗത്തിലും എല്ലാ സമയത്തും ഭഗവാൻ ഇവിടെ വന്ന് നമ്മളെ കൊണ്ടുപോകാൻ
പറ്റുന്ന കാര്യമല്ല. ഭഗവാൻ ഇവിടെ വന്നിട്ട് പോലും എത്ര പേര് പോയി, എത്ര പേര് ഭഗവാനെ മനസ്സിലാക്കി എന്ന് നമുക്ക് അറിയാം. ഇപ്പൊ നമ്മൾ ജനിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഭഗവാൻ ഇവിടെ പ്രത്യക്ഷമായി ഈ ജീവിതത്തിൽ. അതുപോലെ തന്നെ പിന്നാരെ ഭഗവാൻ, അതിനുശേഷം ഭഗവാൻ വന്നിട്ടും ചില ആൾക്കാർ ഭഗവാനെ മനസ്സിലാക്കാത്തത് കൊണ്ട് ഭഗവാൻ ആരായി ഇവിടെ വന്നു, മഹാപ്രഭുവായി വന്ന് നമുക്ക് എന്ത് തന്നു, നാമജപം തന്ന് നമ്മൾക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ എല്ലാ സമയത്തും അങ്ങനെ സംഭവിക്കുകയില്ല. വളരെ പ്രാധാന്യമേറിയ ഒരു സമയമാണ്, നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു അവസരമാക്കി മാറ്റി ഈ സമയത്തെ എന്നുള്ളതാണ് ഇപ്പൊ യുഗത്തില്. അപ്പൊ കലിയുഗ സഹചരന്മാർ ഈ ധർമ്മരഹിതമായ ഒരു രീതി കാണുമ്പോൾ അവിടെ എന്ത് ചെയ്യും? പശുക്കളെ അറക്കുക, അതുപോലെ നിഷ്കളങ്കരായിട്ടുള്ള മൃഗങ്ങളെയൊക്കെ കൊന്നുകൂട്ടുക. അതൊന്നും എല്ലാവർക്കും അതില്ലാതെ നിൽക്കാൻ വയ്യാത്ത ഒരവസ്ഥയാണ് എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരമായി അത് മാറിയിരിക്കുന്നു. അങ്ങനെ അതില്ലാതെ ഇന്ന് നമുക്കറിയാം, എങ്ങോട്ട് തിരിഞ്ഞാലും അത് വേണ്ടാത്ത ഒരു മനുഷ്യരില്ല. ഏറ്റവും അധികം മനുഷ്യർക്ക് അത്യാവശ്യമുള്ളത് അതാണ് എന്ന് മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും പഠിക്കുന്നത് കൊണ്ട് ചിലര് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തയ്യാറാണ്. അച്ഛനമ്മമാരെ മക്കൾക്ക് അത് കൊടുത്തു വളർത്താൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്ന ദോഷം എന്താണ് എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? അത് തന്നെ അത്യാവശ്യമായി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ മൃഗകശാപ്പുകാരെ, അപ്പൊ ആ സമയത്ത് ഇങ്ങനെ മൃഗങ്ങളെ വധിക്കുന്നവരെ കശാപ്പ് ചെയ്ത് അവരെ ശിക്ഷിക്കുന്നത് ആ സമയത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിനെ പിന്താങ്ങുന്നവരാണ് കാണുന്നത് എന്നുള്ളത്. അപ്പൊ ധർമ്മനിഷ്ഠനായ ഒരു രാജാവ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വിജനമായ സ്ഥലത്ത് വെച്ച് ഒരു നിഷ്കളങ്കനായ ആരെയാണ് വധിക്കുന്നതെന്ന്, ആരെയാണ് ശിക്ഷിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ ആ ഏകാന്തമായ സ്ഥലത്ത് വെച്ച് നിരപരാധികളായ മൃഗങ്ങളെ കൊല്ലുന്നതും അവിടെ വെച്ച് ഏതെങ്കിലും നിഷ്കളങ്കരായ ജനങ്ങളെ വധിക്കുന്നതും ഒരുപോലെ ആയിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് രണ്ടിനും തുല്യ രീതിയിലുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അപ്പൊ നീ കുറ്റവാളിയാണ്, നീ ഒരു മനുഷ്യനെ വധിക്കുന്നത് പോലെ തന്നെയുള്ള കുറ്റമാണ് നീ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം രണ്ടു കൂട്ടരെയും ഒരുപോലെ വധാർഹരാണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പശുവിനെ പ്രഹരിക്കുന്നു. ആ നിരപരാധിയായ പശുവിനെ പ്രഹരിക്കുന്നത് ഒരു വ്യക്തിയെ പ്രഹരിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇവിടെ നമുക്ക് ഇതിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുപോലെ ശ്രീലപ്രഭുപാദരും അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഹരേ കൃഷ്ണ. കൂടുതൽ കാര്യങ്ങള് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിലേക്ക് കടക്കണ്ട. ഇന്നത്തെ കാലഘട്ടവും അന്നത്തെ കാലഘട്ടവുമായിട്ടുള്ള വ്യത്യാസം. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. തുമ്പാമൃണാളധവള പാദേർന്യൂന പദാചരൻ വൃഷരൂപേണ കിം കശ്ചിത് ദേവോ ന പരിഖേദയൻ. ത്വംവാമൃണാളധവള പാദേർന്യൂന പദാചരൻ വൃഷരൂപേണ കിം കശ്ചിത് ദേവോ ന പരിഖേദയൻ. അവിടെയും ത്വം എന്ന് വെച്ചാൽ അങ്ങ് എന്നുള്ള അർത്ഥമാണ്. നീ എന്ന് മുമ്പേ ഉപയോഗിച്ചു, ഇവിടെ കുറച്ച് റെസ്പെക്ടോടെ അങ്ങ്. വാ അതോ മൃണാളധവള. എങ്ങനെയുള്ള മൃണാളധവളം എന്ന് പറയുമ്പോൾ നല്ല വെളുത്തത എന്നുള്ള അർത്ഥമാണ്. വെളുത്ത താമരപ്പൂവിനെ പോലെ എന്ന് വെച്ചാൽ അവിടെ നമ്മളെ മൃണാളധവള നല്ല വെളുത്ത നിറത്തോടുകൂടിയ. പാതൈ 3 കാലുകൾ, ന്യൂന ഇല്ലാത്തതിനാൽ, പദ ഒറ്റക്കാലിൽ, ചരൻ സഞ്ചരിക്കുന്നു, വൃഷ കാള, രൂപേണ എന്ന് വെച്ചാൽ രൂപത്തിൽ, കിം അതോ കശ്ചിത് ആരോ, ദേവ ദേവൻ, നഹ നമുക്ക്, പരിഖേദയൻ ദുഃഖമുണ്ടാക്കുന്ന. അപ്പം ത്വംബ മൃണാളധവള പാതൈർ ന്യൂനപദാചരൻ വൃഷരൂപേണ കിം കശ്ചിത് ദേവോ ന പരിഖേദയൻ. പരിഖേദയൻ ദുഃഖമുണ്ടാക്കുന്ന. അപ്പൊ അതിന്റെ വിവർത്തനം. അപ്പം അതിനുശേഷം ഇത്രയും പറഞ്ഞതിന് ശേഷം ഋഷഭത്തോട് ചോദിക്കുകയാണ്, ആരാണ്? ഹേ, താങ്കൾ ആരാണ്? താമരപ്പൂവിനെ പോലെ വെളുത്ത ഋഷഭം തന്നെയാണോ അങ്ങ്? അതോ ദേവനോ? 3 പാദങ്ങളും നഷ്ടപ്പെട്ടിരിക്കയാൽ അങ്ങ് ഒറ്റക്കാലിൽ നിൽക്കുന്നു. ഞങ്ങൾക്ക് മനസ്താപം ഉണ്ടാക്കാനായി
ഋഷഭരൂപത്തിലുള്ള ഏതെങ്കിലും ദേവനാണോ അങ്ങ് വന്ന് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഋഷഭത്തോട് ചോദിക്കുകയാണ്, കളയോട് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ കളയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ എന്താണ്? 3 കാലിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, 1 കാലിൽ മുടന്തി നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന എന്ത് രീതിയിലാണ്, എന്തർത്ഥത്തിലാണ് അത് പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അവിടെ നിൽക്കുമ്പോ 3 കാലുകളും നഷ്ടപ്പെട്ട് ഒറ്റക്കാലിൽ നിൽക്കുന്നു. എന്തൊക്കെയാ നഷ്ടപ്പെട്ടത്? സത്യം, ധർമ്മം, ശൗചം, ധർമ്മം. സത്യം മാത്രമേ ഉള്ളൂ, ബാക്കി 3 നഷ്ടപ്പെട്ടു. ബാക്കി 3 ഭാഗങ്ങളും നഷ്ടപ്പെട്ടു. എന്തൊക്കെയാണത്? യഥാർത്ഥത്തിൽ സത്യം എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗം മാത്രമേ ഇന്നുള്ളൂ. ദയയില്ല, അതുപോലെ തപസ്സില്ല, അതുപോലെ ദാനമില്ല, ശൗചമില്ല. അപ്പൊ അങ്ങനെ 4 കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മൾ ഇല്ലാതെ ആയിക്കൊണ്ട് ഇരിക്കുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നീ ഒറ്റ പാദത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം മനുഷ്യനെ ഇതൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം എങ്ങനെയാണ് അത് നഷ്ടപ്പെട്ടത്? അപ്പം തപസ് എങ്ങനെ നഷ്ടപ്പെട്ടു? അപ്പൊ എന്താണ് തപസ്സിന് പറയുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ, വേണ്ട രീതിയിൽ നമുക്ക് ജീവിച്ചു പോകേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കരുത്, ഇത് ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോഴും ചില ദിവസങ്ങൾ, ചില സമയത്ത് നമ്മൾ ചിലതൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയും അതുപോലെ നമ്മൾ തപസ് ചെയ്യുകയും ചെയ്യും. തപസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകാദശി ദിവസം നമ്മളൊരു തപസ്സാണ് ചെയ്യുന്നത്. അതുപോലെ കൃഷ്ണ ജയന്തി ദിവസം നമ്മളൊരു തപസ്സാണ് അനുഷ്ഠിക്കുന്നത്. അതുപോലെ വേറെ ആൾക്കാരെ ഷഷ്ടി വ്രതം എടുക്കുന്നു, 6 ദിവസം അവര് ആഹാരം വളരെ കുറച്ച്, ആഹാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു, അവരും തപസ്സാണ് അനുഷ്ഠിക്കുന്നത്. അതുപോലെ വെള്ളിയാഴ്ച വ്രതം, ഞായറാഴ്ച വ്രതം, ഇതൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ആ തപസ് വേണ്ട രീതിയിലാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വേണ്ട രീതിയിൽ അത് ചെയ്യുന്നില്ല, അതുകൊണ്ട് അതിന് പ്രാബല്യം ഇല്ലാതെയായിരിക്കുന്നു. അതുപോലെ ക്ലെൻലിനെസ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ക്ലെൻലിനെസ് എന്ന് പറഞ്ഞാൽ ഒരു ഇല്ലിസിറ്റ് സെക്സ് ഇല്ലാത്ത ഒരു സമൂഹം ഉണ്ടാകണം എന്നുള്ളതാണ്. അവിടെയാണ് ശൗചം എന്നത് പറയുന്നത്. അപ്പൊ ആ ശൗചവും ഇന്നത്തെ സാഹചര്യത്തിൽ, കലിയുഗത്തിൽ അതും ഇല്ലാതെയായിരിക്കുന്നു. ഇന്ന് മനുഷ്യർ അതേക്കുറിച്ചൊന്നും, ജീവിത രീതിയെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നതേ ഇല്ല. അതുപോലെ ആൾക്കാർ മുമ്പേ പറഞ്ഞതുപോലെ മീറ്റ് ഈറ്റിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നു. അവിടെ എന്താണ് അവിടെ നഷ്ടപ്പെട്ടത്? എന്താണ്? നമ്മളെ കുറച്ച് മീറ്റ് കഴിച്ചാൽ എന്താ അവിടെ നഷ്ടപ്പെടുന്നത്? ഏത് കാലാണ് നഷ്ടപ്പെടുന്നത്? ദയ എന്നുള്ള ഒരു കാര്യം നഷ്ടപ്പെടുന്നു. അപ്പം തപസ്സിൽ കൂടി എന്ത് നഷ്ടപ്പെടുന്നു? അങ്ങനെ ആ ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആ ഒരു ശൗചം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദയ എങ്ങനെ വരുന്നു? ആ തപസ്, ദയ, ശൗചം, ഇത് 3 നഷ്ടപ്പെട്ടിട്ട് ഇന്ന് ആ ഒരു ട്രൂത്ത്ഫുൾനെസ്സിൽ നമ്മൾ നിൽക്കുകയാണ്. അതും വേണ്ട രീതിയിലുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് മുടന്തി നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒറ്റക്കാലിൽ പൂർണ്ണമായി നിൽക്കുകയല്ല, മുടന്തി നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം കുറഞ്ഞ വർഷം പരീക്ഷ മഹാരാജാവിന്റെ കാലം വരെയെങ്കിലും പശുവിന്റെയും കളയുടെയും പരിതാപകരമായ അവസ്ഥ ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ആകയാൽ പരീക്ഷിത് മഹാരാജാവ് അത്തരമൊരു ഭയാനകമായ ദൃശ്യം കണ്ട് അത്ഭുതപ്പെട്ടു. പശുവിന്റെയും കാളയുടെയും ഭാവി സൂചിപ്പിക്കുന്നതിനായി അത്തരമൊരു പരിതാപാർഹമായ അവസ്ഥ സ്വീകരിച്ച ഏതെങ്കിലും ദേവനാണോ ആ ഋഷഭമെന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് ഇതൊക്കെ കണ്ടപ്പോഴേ വളരെ പ്രയാസമുണ്ടായി. ഇങ്ങനെ വെറുതെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ സത്യവും തപസ്സും ശൗചവും ദയയും എല്ലാം പോയി കഴിഞ്ഞല്ലോ സമൂഹത്തിൽ നിന്ന്. പക്ഷെ എന്റെ കാലം വരെ എനിക്കിതെല്ലാം വേണം, ഈ 4 കാര്യങ്ങളും എന്റെ രാജ്യത്ത് ഉണ്ടാകണം എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമായി അദ്ദേഹം കണ്ടു. അപ്പൊ ഭഗവാന്റെ പ്രാധാന്യം, ഭഗവാൻ എങ്ങനെയാണോ ഭഗവാൻ ഇവിടെ വന്നപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഭഗവാൻ 125 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഭഗവാൻ തിരിച്ചു പോയപ്പോഴത്തേക്ക് നമുക്ക് ഭാഗവതം തന്നെങ്കിലും നമ്മൾ അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സമൂഹത്തെ അധപ്പതിച്ച സമൂഹമാക്കി മാറ്റുകയും ചെയ്തു. നമുക്കറിയാം എത്ര ഗുണങ്ങളാണ് ഭഗവാൻ ഉണ്ടായിരുന്നത്, അല്ലേ? എത്ര ക്വാളിറ്റീസ് ആണ് ഭഗവാൻ ഉണ്ടായിരുന്നത്? 64 ഗുണങ്ങളുടെ
പൂർണ്ണതയായിരുന്നു ഭഗവാന് ഉണ്ടായിരുന്നത്. അതുപോലെ മനുഷ്യരുടെ ജീവിച്ച് എല്ലാം കാണിച്ചു കൊടുത്തു, വേണ്ട രീതിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുത്തിട്ടും മനുഷ്യർക്ക് പലർക്കും അത് മനസ്സിലായില്ല. പിന്നെയാണ് നമ്മളെ നാമജപത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി മഹാപ്രഭുവായിട്ട് വരുന്നത് എന്ന് നമുക്ക് അറിയാം. അങ്ങനെ ഇവിടെ ഒരു കാലും മുടന്തി നിൽക്കുന്ന രീതിയിൽ കണ്ടുകൊണ്ട് അദ്ദേഹം പശുവിന്റെയും കാളയുടെയും ഭാവി എന്താണ്, അങ്ങനെ ഒരു പരിതാപമായ അവസ്ഥയെക്കുറിച്ച് കാണുകയും നീ ആരാണ്, ഏതെങ്കിലും ദേവനാണോ ഈ രീതിയിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു സംശയം കാണിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഇല്ല, സമയമായല്ലോ അല്ലെ? ഹരേ കൃഷ്ണ. നിർത്താൻ ഇതിപ്പോ ഇന്ന് ആരുടെ കയ്യിലും ഇതിന്റെ നോട്ടില്ല, പുസ്തകം ഇട്ടിട്ടുമില്ല. ഹരേ കൃഷ്ണ മാതാജി. ജ്ഞാനം ന്യായം ജ്ഞാനഗമ്യം ഒന്ന് പറയൂ. ഹരേ കൃഷ്ണ. ഒന്നുകൂടെ ഒന്ന് പറയൂ മാതാജി. ജ്ഞാനം ന്യായം. ജ്ഞാനം എന്ന് വെച്ചാൽ അറിവ് അല്ലേ? ജ്ഞാനം വിജ്ഞാനം ഇത് രണ്ടും നമുക്കറിയാവുന്ന. ജ്ഞാനം എന്ന് വെച്ചാൽ അറിവ്. ആ ജ്ഞാനത്തെ നമ്മൾ നമ്മുടെ പ്രാവർത്തിക ഫലത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ വിജ്ഞാനം എന്നൊക്കെ പറയും അല്ലെ? ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയേണ്ട വസ്തു ഏതാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുക. അറിയേണ്ടത് ആരെ അറിയണം, എന്തിനെ അറിയണം, എങ്ങനെ മനസ്സിലാക്കണം, അതിനെയാണ് ജ്ഞേയമെന്ന് പറയുന്നത്. അറിയേണ്ട വസ്തു എന്താണെന്ന് അറിയുക. അറിയേണ്ട വസ്തു എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതെന്താണ്? അതിന്റെ വസ്തു എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ്, എന്തിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്? എന്തിനെ കുറിച്ച് അറിയണം? ഭഗവാനെ കുറിച്ച്. നമ്മളെ ഉയർത്തിക്കൊണ്ടു പോകാൻ എന്തിനു കഴിയുമോ അതിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇനി ജ്ഞാനഗമ്യം എന്ന് പറഞ്ഞാൽ അവബോധം നമ്മൾ നേടിയെടുക്കുക. അപ്പൊ നമ്മൾ എന്താണ് അറിയേണ്ടത് എന്നത് നമ്മൾ കോൺഷ്യസ് ലെവലിൽ നമ്മൾ അത് നേടിയെടുക്കുന്നതിനെയാണ് ജ്ഞാനഗമ്യം എന്ന് പറയുന്നത്. അപ്പൊ അറിവ്, അറിയേണ്ടത് എന്ത്, എന്നിട്ട് അതിനെ അറിയാൻ ശ്രമിക്കുക. ആ 3 എണ്ണമാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് എന്നുള്ളതാണ് ഞാനവിടെ പറഞ്ഞത്. അപ്പൊ അത് 3 ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹം അധപ്പതിച്ചു പോവുകയില്ല. ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. ഇവിടെ സമയം അവസാനിച്ചിരിക്കുന്നു. നമുക്ക് യാതൊരുവിധ മുടക്കവും കൂടാതെ നമുക്ക് ഇന്നത്തെ ദിവസം